അത് നമ്മളാരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ തലയിലുള്ള പാമ്പ് പൊങ്ങി വന്ന മനുഷ്യനെ പിഴുകിയിട്ട് അങ്ങ് പോകുന്നു. അമ്മേ രക്ഷയില്ല. ഒരു 900 പാറയുണ്ട്. അത് നമ്മൾ ചാടിക്കടന്ന് ഇഞ്ചവരക്കത്തിലെത്തുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഇടപാട് തീരും. പക്ഷേ ഉണ്ടല്ലോ ഈ പോകാനൊരു എക്സൈറ്റ്മെൻറ്റാണ്. അതാ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഇഞ്ചക്കാട്ടിൽ പോയാലോ, ഇഞ്ചക്കിളിയെ പിടിക്കാലോ, അപ്പം കൂടെ പറിക്കാലോ. ബെഞ്ചാരോ വ്ളോഗിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു വ്യത്യസ്തമായ, എല്ലാ പ്രാവശ്യവും നമ്മൾ വ്യത്യസ്തം പറയത്തില്ലേ, ഇന്ന് ഈ പ്രാവശ്യം ഒരു അടിപൊളി ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അധികം ആരും വന്ന് ചെയ്യാത്ത ഒരു സ്ഥലമാണ് നമ്മുടെ ഇഞ്ചവരക്കുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇഞ്ചവരക്കുത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ തൊടുപുഴയ്ക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ് ഇഞ്ചവരക്കുത്ത് എന്ന് പറയുന്ന സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ പേരിനേടാ? ചേലച്ചൂട് കട്ടിങ്ങിൽ ഇഞ്ചവരക്കുത്ത്. അതെ, ചേലച്ചൂട് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള ഇഞ്ചവരക്കുത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ വ്യത്യസ്തമായ ഒരു സംഭവമാണെന്നാണ് പറഞ്ഞത്. അവിടേക്ക് പോകാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ കുറച്ച് താമസിച്ചുകൊണ്ടാണ് നമ്മളത് വീഡിയോ ചെയ്യാതെ പോയത്. ഇന്ന് അവിടെ പലരോടും ചോദിച്ചപ്പം അങ്ങോട്ട് പോകുന്നതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പകൽ തന്നെ വരിക. എന്നിട്ട് ഇവിടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും കിട്ടുവാണെങ്കിൽ മാത്രം അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുക. ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ താഴെ ചെന്നിട്ട് പറയാം കേട്ടോ. നമ്മുടെ ഷായിച്ചേട്ടനും ഉണ്ട്, നമ്മുടെ ജെറിനും ഉണ്ട്. അപ്പം ഇവിടുന്ന് നമുക്ക് ഷായിച്ചേട്ടനാണ് നമുക്ക് ആദ്യം കിട്ടിയത്. അപ്പോൾ ഷായിച്ചേട്ടനാണ് പറഞ്ഞത്, മക്കളെ നിങ്ങൾ പോര്, നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഷായിച്ചേട്ടനെയും കൂട്ടി അതുപോലെ തന്നെ ജെറിനും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ഇവരുടെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അറിയാം കേട്ടോ. അപ്പം നമ്മുടെ ഇഞ്ചവരക്കുത്തിലേക്ക് നമ്മൾ പോവാം. അപ്പം അതിന് മുമ്പേ നമ്മളിവിടെ ഒരു ചേട്ടനുണ്ട്. അവിടോട്ട് കയറുന്ന വഴിക്ക് അതിനുള്ള കടയാണ്. അവിടെ നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ മേടിച്ചുകൊണ്ടാ ചേട്ടൻ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരും നമ്മുടെ ബായിൽ. പറയൂ ചേട്ടാ, ഈ സൈഡിലോട്ട് വെച്ചു. അപ്പോൾ ചേട്ടൻ ഫുള്ള് നമ്മുടെ നാട്ടുകാർ സപ്പോർട്ടാണെങ്കിൽ പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും പോകുന്നതിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ശരി. നമ്മുടെ തൊടുപുഴ നമുക്കൊരു ചെറിയൊരു സബ്സ്ക്രൈബറെ കിട്ടിയിട്ടുണ്ട്. എന്തുണ്ട് പറയാം, ഹായ് പറയാം. എന്താ പേരെന്താ? വീഡിയോ കാണാറുണ്ടോ ഞങ്ങളുടെ? കണ്ടിട്ടുണ്ടല്ലേ? ഓക്കെ, ശരി ചേട്ടാ, ശരി. ഓക്കെ ഓക്കെ. നമ്മുടെ ഇഞ്ചവരക്കുത്ത്, നമ്മുടെ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കല്ലുമേക്കല്ല് വന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഇഞ്ചവരക്കുത്തി പോകുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചതേ ഉള്ളൂ. അന്ന് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഇഞ്ചവരക്കുത്തിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മുടെ ഇഞ്ചവരക്കുത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമുക്കങ്ങോട്ട് പോവാം. ഇവിടെ ഇഞ്ചവരക്കുത്തിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വരുമ്പോഴത്തേനും ഇവിടെ ഒരു ചെറിയൊരു തോട് പോലെയൊക്കെ ഉണ്ട്. ഇവിടെ വാഹനമൊന്നും താഴോട്ട് ഇറക്കിക്കൊണ്ട് വരണ്ട, മേളിൽ എവിടെയെങ്കിലും ഇട്ടിട്ട് മാത്രം താഴോട്ട് വരാവുള്ളൂ.
നമ്മുടെ ഷായിച്ചേട്ടനും ജെറിനും കൂടെ നമ്മുടെ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട്. അപ്പം ഇവരുടെ കൂട്ടത്തിൽ കൂടിയാണ് നമ്മളിന്ന് ഇഞ്ചവരക്കുത്തിലേക്ക് പോകുന്നത്. ഇത് കണ്ടോ, വഴിയൊന്നുമില്ല, കുത്തനെയുള്ള ഇറക്കവും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ പോയി നോക്കട്ടെ കേട്ടോ. നമ്മുടെ ഷായിച്ചേട്ടൻ ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ. അരുവൊക്കെ ആയിട്ടാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാടൊക്കെ തെളിച്ചാണ് നമ്മൾ പോകുന്നത്. പുതിയൊരു സ്പോട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അന്യ കാടാണ്. കാടിൻ്റെ അകത്തൂടെ ഉള്ളൊരു വഴി കേട്ടോ. വാ വാ വാ. ആനയും പുലിയൊക്കെ ഉണ്ടോ ഇവിടെ? ഉണ്ടല്ലേ? ആനയും പുലിയൊന്നും ഇല്ല. ഇപ്പം നമ്മളും ഉണ്ട് ഇതിനിടയ്ക്ക്. നമ്മളെ പോലത്തെ പുലിക്കുട്ടികളുള്ളപ്പം പിന്നെ ഇനി ഇവിടെ ഒരു പുലിയോ ഈ കാട്ടിലൊക്കെ വന്നല്ലേ മനു? മനു മുഴുവൻ കണ്ടോ, കളർഫുൾ സാധനമൊക്കെ ഇട്ടുണ്ട്, തകർത്തേക്ക് കേട്ടോ. പുലി കണ്ടാ നമ്മളെ കാണരുത്. അതെ 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 അതെ, നമ്മൾ കാടിനെ അറിയണം, നമ്മളെ കാടിനെ അറിയണം അല്ലേ? പുലി നമ്മളെ കണ്ടാ അറിയുകയും ചെയ്യും. അതെ അതെ അതെ. ഇതന്നെ ഏട്ടാ സാധനം? എടംപിരി വലംപിരി എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഈ ആയുർവേദ കടയിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സാധനം. ഈ കാട് മൊത്തം ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞ പോലെ അല്ലേ? അയ്യോ, കാട് മൊത്തം ഫോറസ്റ്റ് തന്നെ കേട്ടോ. മുഖം വള്ളിയൊക്കെ അതല്ലേ? ആ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. നല്ലൊരു മൂളലുണ്ട്, വെള്ളം വന്ന് വീഴുന്നേ. എന്താ പൊന്നോ, കല്ലിൻ്റെ മേളിൽ കൂടെ നമ്മൾ നടക്കുമല്ലേ? അതാണ് നമ്മുടെ ഷായിച്ചേട്ടൻ നല്ല പഞ്ചായത്ത് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതാണ് ഉറുമീസ്, പിന്നല്ല. കാണിച്ചു തരാം. അതെ അതെ, അത്ര ഹൈറ്റിൽ വെള്ളം വരും അല്ലേ? ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഇറങ്ങി വരുമ്പം കാണുന്ന വെള്ളം കണ്ടിട്ട് ആരും പോകല്ലോ കേട്ടോ. ഇഞ്ചവരക്കുത്തിലേക്ക് ഇവിടുന്ന് ഇനിയും പോകാനുണ്ടെന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇതിൻ്റെ സംഗമ ഭൂമി. അടിപൊളി അവിടെയാണ്. നമ്മളപ്പോൾ നേരെ അങ്ങോട്ട് പോവാണ്. ഇത് കണ്ട മുഴുവൻ വള്ളിയൊക്കെ ആയിട്ട് മുഴുവൻ ഏതോ രാജ്യത്ത് വന്ന പോലെ തോന്നുന്നു. നമ്മുടെ കേരളത്തിൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലമുണ്ടോ അല്ലേ? ആ പാറയുടെയൊക്കെ ഒരു ഡിസൈൻ ആണ്. വെള്ളം ഒഴുകി ആ കല്ലൊക്കെ തട്ടി ആ ഒരു മിനിസം ഒരു മുഴ ഇതൊക്കെ പടം വരച്ച പോലെ അല്ലേ? നമ്മുടെ ഷായിച്ചേട്ടൻ അരുവൊക്കെ ആയിട്ട് കേട്ടോ.
രക്ഷയില്ല സ്ഥലം ഇവിടെ. എങ്ങനെയുണ്ട് അമ്മേ? രക്ഷയില്ല. ഒരു 900 പാറയുണ്ട്. അത് നമ്മൾ ചാടിക്കടന്ന് ഇഞ്ചവരക്കത്തിലെത്തുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഇടപാട് തീരും. പക്ഷേ ഉണ്ടല്ലോ ഈ പോകാനൊരു എക്സൈറ്റ്മെൻറ്റാണ്. അതാ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഒരു രക്ഷയില്ല കേട്ടോ. ഓ, പറയാൻ പറ്റുന്നില്ല. എൻ്റെ മോനെ പൊളി പൊളി. നമ്മുടെ ഇഞ്ചവരക്കുത്തിൻ്റെ മുന്നിൽ ഒരു മറയായിട്ടിരിക്കുന്ന ഒരു വലിയൊരു പാറയാണ് ഈ കാണുന്നത്. അതിൻ്റെ അപ്പുറത്തുനിന്ന് വരുന്ന വെള്ളം കണ്ടോ, അവിടെ വലിയൊരു കുഴിയൊക്കെ ആയിട്ട് രൂപപ്പെട്ടേക്കുവാണ്. എൻ്റെ പൊന്നോ, പൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. ഇതിനൊന്നും പറഞ്ഞ് വേറെ ഒന്നും പറയാനില്ലല്ലേ മനു? ഒന്നും പറയാനില്ല. ബിന്ദാസ്. എന്താ മോനെ, പൊളി പൊളി, ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. ഓ, ഈ കല്ലിൻ്റെ ഇരിപ്പുണ്ടോ? അതെ, എടുത്തു വെച്ച പോലെ അല്ലേ? ഇഞ്ചവരക്കുത്ത് എങ്ങനെയുണ്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു. ഇഞ്ചവരക്കുത്ത് അടിപൊളി മേഖലയല്ലേ, നിങ്ങൾ കണ്ടില്ലേ? ഇതിൻ്റെ മുകളിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മരം വെട്ടി വിട്ടാന്നാ പറഞ്ഞത്. ആ, ഈ മലയുടെ മുകളിൽ നിന്ന് ആ, ഭയങ്കര മരം കൊണ്ടായിരുന്നു എന്തോ ആവശ്യത്തിന് വെട്ടിയത്. ആ നേരെ അവിടെ നിങ്ങൾ പോന്നു. ആ, പോന്നിട്ട് താന്ന് പോയിട്ട് അതിൻ്റെ ആൾക്കാർ മുങ്ങിയൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഒരു ഇല പോലും കാണാൻ പറ്റിയിട്ടില്ല. ആ, അത്ര ആഴമുണ്ടെന്നാ പറഞ്ഞത്. ഓ, മിനി ജലവൈദ്യുത പദ്ധതി ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നടത്തുകയാണ്, മറ്റേ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ. എന്നിട്ട് ഈ പാറ തുളച്ചാണ് വെള്ളം കൊണ്ടുപോയി ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ താഴെ പവർ ഹൗസ് സെറ്റ് ചെയ്ത് അവിടുന്ന് കറണ്ടിൻ്റെ ഇത് അതിനുള്ള പണി നടക്കുവാണ് ഇപ്പോൾ. അതിനുള്ള പണിക്കുള്ള അളവും കാര്യങ്ങളെല്ലാം നടന്നു പോയേക്കുക. ആ, ഓക്കെ. ഇവിടുത്തെ കാറ്റടിച്ചാൽ തന്നെ അറിയാലോ ഇവിടുത്തെ ഫീൽ എന്താണെന്ന്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. തന്നെ കാറ്റ്. ആ, അപ്പുറത്തേക്ക് കയറാം. ഇതുപോലെയൊക്കെ ഇങ്ങ് വരണം. ഇതുപോലെ നടന്ന് എന്തോ രസമാണെന്നറിയാം. മേളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇറങ്ങി വരുമ്പോൾ ഉള്ള ആ പാറയും ഒന്നും പറയണ്ട. പെരിയാർ ഒഴുകി വരുന്നതാണെന്നാണ് നമ്മുടെ ഷായിച്ചേട്ടൻ പറഞ്ഞത് കേട്ടോ. നല്ല കാറ്റും കേട്ടോ. വലിയ പാറയുടെ ചുവട്ടിലാണ് നമ്മളിരിക്കുന്നത്. ആ പാറയെന്നുള്ള ആ ഒരു നല്ലൊരു തണൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ഒരു രക്ഷയില്ല എന്നല്ല, ഒരു രക്ഷയില്ലായിട്ട് തന്നെയാണ് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ഇങ്ങനെയൊക്കെ വരണം, വന്ന് ഇതുപോലെയൊക്കെ ഇരുന്ന് തകർക്കണം. നിങ്ങൾ കണ്ടോ ആ വെള്ളം കണ്ടോ ചാടി വരുന്നത്? പതഞ്ഞ് തകർത്ത് വാരി വരുന്നത്. നമ്മുടെ ഷായിച്ചേട്ടനൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഷായിച്ചേട്ടനൊക്കെ അവിടെ ഇരുന്ന് അവിടെ പോയിട്ട് നോക്കാം. നമുക്ക് മീൻ പിടിക്കണം. അപ്പോൾ മീൻ പിടിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അവിടെ ഷായിച്ചേട്ടൻ അവിടെ പോയി നിന്ന് നോക്കുവാണ്. നമുക്ക് എറിയാൻ പറ്റിയ സൗകര്യമുള്ള എവിടെയാണെന്നൊക്കെ നോക്കുവാണ്. അടുത്ത മീൻ പിടുത്തമാണ് നമ്മുടെ. ഇവിടെ മീൻ പിടിക്കാനൊന്നും വരേണ്ട കാര്യമില്ല കേട്ടോ. നമുക്കിവിടെ ഷായിച്ചേട്ടനെ കിട്ടിയതുകൊണ്ടാണ് നമ്മുടെ വണ്ടിയിൽ ഇത് എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന സാധനമാണ്. അപ്പോൾ അവിടെ ഷായിച്ചേട്ടൻ പറഞ്ഞു ഇവിടെ മീൻ കിട്ടുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്, നമ്മുടെ മീൻ പിടിക്കാൻ വേണ്ടി വന്നത്. ആരും മീൻ പിടിക്കാനോ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയൊന്നും ഇങ്ങോട്ട് ആരും വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. മോനെ പൊളിയെന്ന് പറയാൻ പൊളിയാണ്, ഒരു രക്ഷയില്ല.
നമ്മളാ വലിയ പാറയുടെ അടിയിലാണ് കയറിയിരിക്കുന്നത് കേട്ടോ. ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞല്ലേ ചോദിച്ചേട്ടാ. നമ്മുടെ ഇഞ്ചവരക്കുത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നത് അധികം ആരും വരാത്ത ഒരു സ്ഥലമാണ് കേട്ടോ ഇഞ്ചവരക്കുത്ത്. അപ്പം നമ്മൾ റോഡെല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്, നല്ല സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അത് മാത്രമല്ല ഷായി ചേട്ടനെ വിളിച്ചിട്ട് വന്നാൽ മതി. ഷായി ചേട്ടൻ്റെ നമ്പറൊക്കെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ നോക്കിയിട്ട് നേരെ വരിക. ഷായി ചേട്ടനെ വിളിച്ചിട്ട് ഷായി ചേട്ടൻ പറയും എപ്പോഴാണ് ഏത് സമയത്താണ് വരേണ്ടതെന്ന് പറയും. അതനുസരിച്ച് നിങ്ങൾ അവിടെ നിന്ന് വരിക. വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഷായി ചേട്ടൻ ഇതെല്ലാം കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കും. എല്ലാവരും അങ്ങ് ഇറങ്ങി വരുന്നവർ തന്നെ അവിടെ അങ്ങേപ്പുറത്ത് ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് വന്ന് ആ ചെറിയൊരു പോയിൻ്റ് കണ്ടിട്ടാണ് പോകുന്നത്. പക്ഷേ ശരിക്കും ഇഞ്ചവരക്കുത്തെന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ വന്ന് കാണണം. നല്ല അടിപൊളി ഒരു വ്യൂ തന്നെയാണ്. അപ്പം നല്ലൊരു കാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഷായി ചേട്ടനെ വിളിച്ചിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഷായി ചേട്ടൻ നിങ്ങളെ എല്ലാ സ്ഥലങ്ങളും കൊണ്ട് കാണിക്കും കേട്ടോ. അല്ലേ ചേട്ടാ? തീർച്ചയായിട്ടും കൊണ്ട് കാണിച്ചിരിക്കും. അത്രയും പരിപാടിയുണ്ട്. എന്തിനും തയ്യാറാണ്. പിന്നെ അല്ലാണ്ട അല്ല, ശരിക്കും പറഞ്ഞാൽ നല്ല വെള്ളമുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ വരാൻ പറ്റത്തില്ല. വെള്ളമുള്ള സമയത്ത് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. വെള്ളമുള്ള സമയത്ത് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഇതൊക്കെ കവിഞ്ഞ് ഇതൊക്കെ നിറഞ്ഞ വെള്ളം ഒഴുകി പോവാ. അതെ അതെ. നമുക്ക് ഇവിടെ ഇരിക്കാനൊന്നും പറ്റില്ല. ആ സമയത്ത് മഴക്കാലത്ത് ആരും ഇഞ്ചവരക്കുത്ത് സെലക്ട് ചെയ്യണ്ട കേട്ടോ. മഴയില്ലാത്ത സമയത്ത് വന്നാൽ മതി. നല്ല അടിപൊളി വ്യൂ ആയിരിക്കും ഇവിടെ. നിങ്ങൾക്ക് ഈ പാറയൊക്കെ കാണണം. എല്ലാം നല്ല ഡിസൈൻ പോലെ ചെയ്ത് വെള്ളം ഒലിച്ചല്ലേ. വെള്ളം ഒഴുകി പോയി ഉള്ളിലത്തെ എല്ലാം പോയിട്ട് ഈ പാറ ഇങ്ങനെ നിൽക്കുന്ന നല്ല സൂപ്പർ പൊറോട്ട ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഞങ്ങളൊന്ന് കഴിച്ചിട്ടൊക്കെ പോകാനുള്ള പരിപാടി. സിംഹം വല്ലതും ഉണ്ടോ? സിംഹം വല്ലതും ഉണ്ടോ? സിംഹത്തിൻ്റെ മടയിൽ ഇതിങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് ചാഞ്ഞു കിടക്കുന്നതാ. പെരുമ്പാമ്പൊക്കെ ഇങ്ങനെയാണ് ഇവിടുന്ന് പോകുന്ന വഴി കറക്കുന്നുണ്ടോ? ആൾക്കാർ നടന്നു പോകണാണേലും നമ്മളിപ്പോ ഇങ്ങനെ നടന്നു പോകണം. നമ്മളിങ്ങനെ നടക്കുള്ളൂ. 1-2 സ്ഥലമാണ് ഇങ്ങനെ നടക്കുള്ളൂ. ഇത് ഇവിടെ മുതൽ ഇങ്ങനെ ഒരു പറ്റി കിടക്കുന്നുണ്ടോ? അങ്ങോട്ട് സ്ഥിരമായിട്ട് എന്തെങ്കിലും പോകുന്നതായിരിക്കും. ഉടുമ്പോ പെരുമ്പാമ്പോ എന്തോ പോയതാ. ഇത് കയറാൻ പറ്റുമോ? കടന്നു പോയി അങ്ങനെ എവിടെയാണെങ്കിലും കല്യാണം നോക്കണം. നോക്കിയേക്ക് വല്ലതും ഉണ്ടോന്ന്.
ആണ് ഈട്ടി. ഇതാണ് ഈട്ടി. ഈട്ടി അതിൻ്റെ മുകളിലാണ് ചെറിയ ഇലയാണ്. ഈട്ടി ഈട്ടിയാണ്. മടുത്തോ? ഇല്ല. ശരിച്ചോ? ഓക്കെ. മനു എന്നാണ് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? നമ്മളങ്ങനെ മടുക്കല മടുക്കാനാണെങ്കിൽ എന്നെ നിർത്തല്ല. ആരും പോകത്തില്ലെന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ പോകും കേട്ടോ. അതാണ് നിങ്ങൾക്ക് വേണ്ടി എവിടെയും നമ്മൾ പോകാൻ തയ്യാറാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ജീവിതത്തിൽ ഇങ്ങനെ ഒരു പോക്ക് പോയിട്ടില്ല. ഒന്നും പറയണ്ട. നമ്മുടെ ഷായി ചേട്ടൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമുക്കവിടെ അത്രയും പോയി അതെല്ലാം കാണാൻ പറ്റി. നല്ലൊരു പോയിന്റ് തന്നെയാണ്. എല്ലാവരും പോയി കാണണം കേട്ടോ. ഇവിടുത്തെ ഒരു ആസ്ഥാന ഗൈഡായിട്ട് നമ്മൾ അതെ ഇവിടുത്തെ ആസ്ഥാന ഗൈഡായിട്ട് നമ്മൾ ഷായി ചേട്ടനെ ഇഞ്ചവരക്കുത്ത് ഇതുവരെ കേട്ടോ ആരും യൂട്യൂബിൽ ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ അറിവ് കേട്ടോ. അപ്പം ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഇഞ്ചവരക്കുത്തിനെ കുറിച്ച് ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല. ചെറിയൊരു ആർട്ടിക്കിൾ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലേ മനു? ഒത്തിരി ട്രൈ ചെയ്തല്ലോ. കാരണം ഇത്രയും റിസ്ക് ഉള്ള സ്ഥലമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ശ്രമിച്ചു നോക്കിയായിരുന്നു. അതൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഷായി ചേട്ടൻ്റെ കൂട്ടത്തിൽ പോയി അതെല്ലാം കണ്ടു. അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത സ്ഥലം തന്നെയാണ്. അപ്പം നിങ്ങൾക്കും വരാം കേട്ടോ. ഒരു പ്രശ്നമില്ല. ഇതൊക്കെ വന്ന് കാണും. ഇത് നമ്മൾ വീഡിയോയിലൊന്നും നിങ്ങൾക്ക് അത്ര നല്ലതായിട്ടൊന്നും തോന്നിയില്ലെങ്കിൽ പോലും അത് വരണം, വന്ന് നേരിട്ട് കാണണം. അതാണ് കാഴ്ച. കുരങ്ങൊക്കെ ഉണ്ട്. നമുക്ക് കുരങ്ങിനെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അതപ്പോൾ ഞാൻ കാട്ടിലോട്ട് കയറിപ്പോയി. അയ്യോ അക്കരയായിരുന്നു. അക്കരെ 10-25 കുരങ്ങ് അടുത്തുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് എടുക്കാൻ പറ്റിയില്ല. അപ്പം നിങ്ങൾ വരുമ്പം ഇഞ്ചവരക്കുത്തിൻ്റെ പുതിയ അപ്ഡേഷൻസുകളൊക്കെ നിങ്ങൾ ഇടുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇഞ്ചവരക്കുത്തിൻ്റെ വിശേഷങ്ങളൊക്കെ. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചവരക്കുത്ത് കാണിച്ച നമ്മുടെ ഷായി ചാനോടും നമ്മുടെ ജെറിനോടുമുള്ള നന്ദിയെ അറിയിക്കുന്നു. അല്ലേ? ഞങ്ങളുടെ പേരിലും ബെഞ്ചാരോ ടീമിൻ്റെ പേരിലുമുള്ള നന്ദിയെ ഈ സമയം പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. പൊളി. ഞങ്ങളെ ഇവിടുന്ന് അവിടെ വരെ ഞങ്ങളോട് ചോദിച്ചു ഈ കസേര എന്തിനാണ് കൊണ്ട് നടക്കുന്നതെന്ന്. ഏറ്റവും കൂടുതൽ ആ കസേര ഉപയോഗിച്ചവനാ കേട്ടോ. അല്ല അത് ഞങ്ങൾ ഇരിക്കാൻ വേണ്ടി മേടിച്ചതാണല്ലോ. ഈ കസേര ഞങ്ങൾ ഇരിക്കാൻ വേണ്ടി മേടിച്ചാണ്. അപ്പം ഞങ്ങളോട് ചോദിച്ചു എന്തിനാ ഈ കസേര കൊണ്ട് പാറയൊക്കെ ഇല്ലെന്ന്. ഇത് കണ്ട ഏറ്റവും കൂടുതൽ കസേര ഉപയോഗിച്ച പാർട്ടി. എങ്ങനെയുണ്ട് കസേരയെ കുറിച്ച് 2 വാക്ക് പറഞ്ഞേ? വളരെ നല്ല അജീഷ് ചേട്ടൻ്റെ കടയുണ്ട് കേട്ടോ. അജീഷ് ചേട്ടൻ്റെ കടയിൽ വന്നു കഴിഞ്ഞാൽ നല്ല നാരങ്ങോളവും ചായയും കാപ്പിയൊക്കെ കിട്ടും കേട്ടോ. നമ്മുടെ അപ്പൂസ് എന്ന് പറഞ്ഞ ഒരു കടയുണ്ട്. കുരുമുളക്, മറ്റേ ജാതിപത്രി, കുരുമുളക്, ജാതിക്കായ, ഇതൊക്കെ ഗ്രാമ്പു നാച്ചുറൽ ഇവിടെ തന്നെ ഒരു മായവും ചേർക്കാത്ത സാധനമൊക്കെ നമ്മുടെ ചേട്ടൻ്റെ കടയിലുണ്ട് കേട്ടോ. ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനമാണ്. അതെ. ഒരു മായം ചേർക്കാണ്ട് ഇവിടെ ലഭ്യമായി. അതെ. നമ്മളിവിടെ കുറച്ച് ചേട്ടന്മാരെ കിട്ടിയായിരുന്നു. നമ്മുടെ കടയിൽ നമ്മുടെ അപ്പൂസ് ഉണ്ട്. നമ്മുടെ അപ്പൂസ് ഉണ്ട്. അപ്പൂസിൻ്റെ കട ഇവിടെ ഉണ്ട്. എല്ലാവരും വന്ന് ഇവിടുന്ന് തോടകരങ്ങളുള്ളൂ. അപ്പം ഇവിടുത്തെ വഴിയും കാര്യങ്ങളും ഇവിടെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അപ്പൂസിനോട് ചോദിച്ചാൽ അപ്പൂസ് പറഞ്ഞു തരും കേട്ടോ. എല്ലാ അപ്പൂസിനും അറിയാമല്ലോ അല്ലേ അപ്പൂസേ? അതുപോലെ തന്നെ നമ്മുടെ രചൻ ഇവിടെ ഉണ്ട്, ജോസഫ്. ഓക്കെ. പറഞ്ഞു എങ്ങോട്ട് വേണേലും പോകും. യൂട്യൂബ് ചാനലാണ്. പറഞ്ഞു ചേട്ടൻ എന്തൊക്കെ കട്ടിങ്ങിനെ പറ്റിയും ഇഞ്ചവരക്കുത്ത് എന്ന് പറഞ്ഞാൽ നല്ലൊരു വികസനമുള്ളൊരു മേഖലയാണ്. വരും കാലങ്ങളില് ഈ റോഡെല്ലാം പിന്നെ വരുവാണെങ്കിൽ നല്ല കാര്യമാണ്. കണ്ടമാനം ടൂറിസ്റ്റുകൾ ഇപ്പോഴാണ് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതുപോലെയുള്ള നിങ്ങളെ പോലെയുള്ള ചാനലുകൾ നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ പൂർണ്ണമാണ്. ഓക്കെ. അപ്പൊ ആരാ പാട്ട് പാടുന്നേ? അപ്പൂസാണ്. ജോസേജാനാണ് പാട്ട് പാടുന്നത്. ഞങ്ങള് ചേട്ടനെ കൊണ്ടുപോവാ കേട്ടോ. അങ്ങ് പോവാ. പത്തനംതിട്ടയ്ക്ക് പോയി. നമ്മുടെ ഷായിച്ചേട്ടൻ്റെ വീടാണ് ആ കണ്ടത്. നമ്മുടെ ഷായിച്ചേട്ടൻ്റെ വീടും അതുപോലെ തന്നെ നമ്മുടെ ഷായിച്ചേട്ടൻ്റെ വൈഫും കുഞ്ഞുങ്ങളും ഒക്കെയാണ് അവിടെ നിന്നേ. കല്ലാർകുട്ടിയിൽ നിന്ന് അവിടുന്ന് വെള്ളം തുറന്ന് വിട്ട് വരുമ്പോൾ അവിടെ വന്നിട്ട് അവിടം വരെ ഒഴുകി വരും. അവിടുന്ന് അത് അങ്ങോട്ട് പോകും. ഇവിടുന്ന് വെള്ളം അങ്ങോട്ട് ചെല്ലും. ഇവിടുന്ന് വരുന്ന പെരിയാറിന്ന്. ഇത് പെരിയാർ ഇപ്പൊ നമ്മൾ നമ്മൾ ഇഞ്ചവരക്കുത്ത് താഴെ കണ്ടേ ആ പെരിയാർ തന്നെയാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്. ഓഹോ. ഇത് രണ്ടും കൂടെ സംഗമിച്ച് എങ്ങോട്ട് പോകുന്ന പറഞ്ഞേ? കല്ലാർകുട്ടി അവിടുന്ന് അവിടെ സംഗമിച്ച് അത് രണ്ടും കൂടി ലോവർ പെരിയാർ ഡാം ഉണ്ട്. അവിടുന്ന് ലോവർ പെരിയാർ ഡാമിൽ വെച്ച് അവിടുന്ന് പിന്നെ കറണ്ട് ഉൽപ്പാദിപ്പിച്ച് പിന്നെ കരിമണൽ
പവർ ഹൗസ് ഉണ്ട്. കരിമണൽ പവർ ഹൗസ് വന്ന് അവിടെ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിച്ചാണ് പിന്നെ നേരിമംഗലം വഴി അങ്ങോട്ട് താട്ട് പോയി. ഓക്കെ ഓക്കെ. ഈ പ്രാവശ്യം ഡാം തുറന്നു വിട്ടപ്പോൾ പാലമൊക്കെ പോയതായിരുന്നു അപ്പുറത്ത്. അതൊക്കെ പിന്നെ രണ്ടാമതും റീസെറ്റ് ചെയ്ത് എടുത്താണ് വെച്ചുകൊണ്ടിരിക്കുന്ന. ആ വെള്ളം 2-ാം മൈലാണ്. 2-ാം മൈല് പള്ളിവാസൽ മൂന്നാർ ഭാഗമാണ് ആ കാണുന്നത്. ടോപ്പ് കാണുന്നത്. ആ ടോപ്പ് കാണുന്നത് അതിൻ്റെ ആ വെള്ള ബിൽഡിംഗ് കാണുന്ന അവിടെ മുതൽ അങ്ങോട്ട് മൂന്നാറിന്റെ മേഖലകളാണ്. ശരി ശരി ശരി. അത് നൈറ്റ് വരുവാണെങ്കിൽ നമുക്ക് ശരിക്കും അറിയത്തുള്ളൂ. കാരണം ഉള്ള ലൈറ്റ്സ് എല്ലാം കണ്ട് ഒറിജിനലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇഞ്ചവരക്കുത്തൊക്കെ കണ്ട് നമ്മൾ അടിച്ച് പൊളിച്ച് കയറ്റം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല അടിപൊളി ഒരു സ്ഥലമാണ് ഇഞ്ചവരക്കുത്ത്. വരുമ്പം നമ്മുടെ ഷായിച്ചേട്ടനെയും കൂട്ടി വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു സ്ഥലം തന്നെയാണ് ഇഞ്ചവരക്കുത്ത്. നിങ്ങൾ വന്ന് കാണണം. അടിപൊളി ഒരു പാറയും ഭയങ്കര പാറയും വെള്ളമൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇഞ്ചവരക്കുത്തിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരെല്ലാം ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ അടിപൊളി ഫോട്ടോസുകളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതെല്ലാം കാണുക. അപ്പം ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബായ്. എൻ്റെ കാരണന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല, തലയിൽ പൂവുണ്ടായിരുന്ന പാമ്പുണ്ടായിരുന്ന പറഞ്ഞു ഇവിടെ. അത് ഞങ്ങൾക്ക് പിരിയാറ്റിൽ വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നാ നമുക്കറിയത്തില്ല. അത് നമ്മളാരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ തലയിലുള്ള പാമ്പ് പൊങ്ങി വന്ന മനുഷ്യനെ പിഴുകിയിട്ട് അങ്ങ് പോകുന്ന പണ്ടുള്ളവരൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാനായിരുന്നു. അല്ല അങ്ങനത്തെ പാമ്പുള്ള അല്ല അങ്ങനത്തെ പാമ്പുണ്ടെന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ല. മറ്റേ എന്നാ കരിങ്കോഴി അങ്ങനെ എന്തോ ഒരു പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെന്നാ പറയുന്നത്. ചായച്ചാനൊക്കെ പണ്ട് നല്ല കുരുത്തക്കേടുള്ള സമയത്ത് വീട്ടുകാർ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരുന്ന ഇവിടെ തലേ പൂവുള്ള പാമ്പൊക്കെ ഉണ്ടെന്നൊക്കെ. നമ്മൾ അവിടെ വന്നപ്പോൾ തന്നെ അത് റെയർ സ്പോട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോകാൻ റെഡി ആയപ്പോൾ ആൾക്കാർ പറഞ്ഞു പോകരുത്. അതിനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ മനസ്സിൽ കുറിച്ചിട്ട് വന്നിട്ടേ പോകുള്ളൂ. നമുക്കൊരു വാശിയായി ഇവിടെ വന്നിട്ടേ ഇറങ്ങുള്ളൂ. ഇവിടോട്ട് വരാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്ത് അവിടെ 1-2 പേരോട് ചോദിച്ചപ്പോഴത്തേന് അങ്ങോട്ട് ആരും അങ്ങനെ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് ചെറിയൊരു പേടിയായി എന്നാ സംഭവം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പെരിയെ തീരുമാനിച്ചു എന്തായാലും ഒന്ന് പോകണം. അപ്പോൾ അടുത്ത പ്രാവശ്യം വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ചു പോയപ്പം അവിടെ റോഡ് സൈഡിൽ ഒരു ചേട്ടൻ്റെ കടയുടെ പേരിന് അപ്പു സ്റ്റോഴ്സിൽ ചേട്ടൻ പറഞ്ഞു ഇഞ്ചവരക്കുത്തിലോട്ട് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ചായച്ചാൻ അവിടെ വെച്ച് കടയിൽ വെച്ച് കണ്ടത്. ചായച്ചാൻ പറയും മക്കളെ നിങ്ങൾ പോരടാ ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ പിറ്റേ ആഴ്ചത്തേക്ക് ഡേറ്റ് എടുത്തു. അല്ല ഷായിജാൻ അത് പറയും, കാരണം ഷായിജാൻ പോകാത്ത വഴികളില്ല. KSRTC അതുപോലെ നമ്മുടെ ആനവണ്ടി നമ്മുടെ ഓടിക്കുന്ന ചേട്ടനാണ്, നമ്മുടെ KSRTCയിലെ ഡ്രൈവറാണ്. അതെ 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 അതെ. ഇതിലും ദുർഘടമായ സ്ഥലത്തൂടെ ദുർഘടമായ വാഹനവുമായി യാത്ര ചെയ്യുന്ന മനുഷ്യനാണ്. അപ്പം പിന്നെ ഇതൊന്നും ഇഞ്ചവരക്കുത്തൊന്നും ചായച്ചാനൊരു വിഷയമല്ല അല്ലേ. അപ്പൊ നമ്മുടെ ചായച്ചാൻ പറഞ്ഞു മക്കളെ നിങ്ങൾ വാടാ ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ നേരെ ചായച്ചാൻ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ജെറിനെയും കൂടെ റെഡിയാക്കി നിർത്തിയിരുന്നു. അപ്പൊ ഞങ്ങളുടെ കൂടെ ജെറിനും കൂടി ഞങ്ങളിങ്ങനെ വന്ന് ഇഞ്ചവരക്കത്ത് മുഴുവൻ കണ്ടു. നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ നടന്നു വരാൻ പറ്റുന്ന, അതായത് നല്ല ആരോഗ്യമുള്ളവരാണെങ്കിൽ നേരെ ഇഞ്ചവരക്കുത്ത് സെലക്ട് ചെയ്യുക. നമ്മുടെ ഷായിച്ചേട്ടൻ്റെ നമ്പർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കിയിട്ട് നേരെ ഷായിച്ചേട്ടനെ വിളിക്കുക, പോരുക കേട്ടോ. അടിപൊളി സ്ഥലമാണ്. ഇഞ്ചക്കാട്ടിൽ പോയാലോ, ഇഞ്ചക്കിളിയെ പിടിക്കാലോ, കപ്പും കൂടെ പറിക്കാലോ, ചട്ടിയിലിട്ട് ഉറക്കാലോ, പോവാലോ പോവാലോ മഞ്ഞക്കാട്ടിൽ പോവാലോ, മഞ്ഞക്കാട്ടിൽ പോയാലോ മഞ്ഞക്കിളിയെ പിടിക്കാലോ, മഞ്ഞക്കിളിയെ പിടിച്ചാലോ, പപ്പും കൂടെ പറിക്കാലോ, പോവാലോ പോവാലോ.